ഓ ഗബ്രിയേൽ, ഇന്നലെ നിങ്ങൾ പന്ത് തൊട്ടപ്പോഴെല്ലാം ഗണേശ് ആരാധകർക്ക് അതൊരു സുരക്ഷിതത്വമായിരുന്നു. പക്ഷേ ആ നിമിഷം ആ പന്ത് ബൂട്ടിൽ നിന്നും കുതിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഗണേശ് ആരാധകരുടെ പ്രതീക്ഷയും കൂടെ പറന്നുയർന്നു. യൂറോപ്പ് ജയിക്കുക എന്നത് വലിയൊരു സ്വപ്നം മാത്രമായി ഗണേശിന് അവശേഷിക്കും. പക്ഷേ അന്നേരം പുഷ്കാസ് അരീനയുടെ മറുവശത്ത് പാരീസുകാർ തങ്ങളുടെ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. അറേബ്യൻ റിയാലും ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളും ബൂട്ട് കെട്ടിയിട്ടും PSG കിട്ടാകനിയായിരുന്ന ഒന്നായിരുന്നു ചാമ്പ്യൻസ് ലീഗ് കിരീടം. പക്ഷേ ഇന്നിവിടെ അത് ആവർത്തിച്ച് വിരിഞ്ഞിരിക്കുന്നു. തുടർച്ചയായ തോൽവികളും പരിഹാസങ്ങളും കൊണ്ട് തളർന്നുപോയ ഒരു വലിയ ക്ലബിൻ്റെ ചരിത്രം മാറ്റിയത് ഒരാളാണ്, ലൂയിസ് എൻറിക്കെ. കോച്ച് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ 3ാം ചാമ്പ്യൻസ് ലീഗ് കിരീടമാണിത്. കാർലോ ആഞ്ചലോട്ടിയും ഗോഡിയോളയും സിദാനും അടക്കമുള്ള ഇതിഹാസ പരിശീലകരുടെ പട്ടികയിലേക്ക് എൻറിക്കെ തൻ്റെ പേര് കൂടി ചേർത്തു വെച്ചു. ഒരു വർഷം മുമ്പ് മ്യൂണിക്കിൽ ഇന്റർ മിലാനെ തകർത്തെറിഞ്ഞ PSG ഇന്നലെ ബുഡാപെസ്റ്റിൽ വിജയിച്ചത് മാനസികമായ ആധിപത്യം കൊണ്ടുകൂടിയാണ്. ഫൈനൽ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യമാണ്. കാരണം മൈതാനത്ത് അത് പെനൽറ്റി ഷൂട്ടൗട്ടിലെ അവസാന കിക്ക് വരെ നീണ്ട ഒരു നീണ്ട യുദ്ധമായിരുന്നു. എന്നാൽ കളത്തിലോ സകല കണക്കുകളിലും PSG സമഗ്രാധിപത്യം. 72% ബോൾ പൊസിഷൻ. PSG 19 ഷോട്ടുകളും 4 ഷോട്ട് ഓൺ ടാർഗറ്റുകളും ഉതിർത്തു. ഗണ്ണേഴ്സ് തൊടുത്തത് 5 ഷോട്ട്, അതിൽ ടാർഗറ്റിലേക്ക് 1 മാത്രം. കോർണർ, പാസ് അക്യുറസി തുടങ്ങിയ മേഖലകളിലെല്ലാം സമഗ്രാധിപത്യം PSG തന്നെ. കണക്കുകളിൽ ഗണ്ണേഴ്സ് മുന്നിലുള്ളത് ഫൗളുകളിലും യെല്ലോ കാർഡിൻ്റെ എണ്ണത്തിലും മാത്രമാണ്. പക്ഷേ ആർട്ടേറ്റയും പീരങ്കിപ്പടയും കണക്കുകളിൽ മാത്രം വിശ്വസിക്കുന്നവരല്ല. ഒരൊറ്റ നിമിഷത്തിൻ്റെ മാന്ത്രികതയിലും പ്രതിരോധത്തിൻ്റെ കരുത്തിലുമാണ് അവർ വിശ്വസിക്കുന്നത്. ഫിലോസഫിയുടെയും ബ്യൂട്ടിഫുൾ ഫുട്ബോളിൻ്റെയും ഗുഡ് ബുക്കിലല്ല, ട്രോഫികളുടെ ഹിസ്റ്ററി ബുക്കിൽ കയറിയവരെ മാത്രമേ ആധുനിക ഫുട്ബോളിന് ആവശ്യമുള്ളൂ എന്ന് നന്നായി അറിയുന്നയാളാണ് മിഖേൽ ആർട്ടേറ്റ. ഹറാം ബോൾ, ഡാർക്ക് കാർഡ്, സെറ്റ് പീസ് FC എന്നിങ്ങനെ നിരവധി പേരുകൾ ഗണ്ണേഴ്സിന് ഇംഗ്ലണ്ടിൽ ചാർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ വിമർശനങ്ങൾക്ക് മുന്നിലും പ്രീമിയർ ലീഗ് ഉയർത്തിയതിൻ്റെ വിശ്വാസത്തിലാണ് അർട്ടേറ്റ ബുഡാപെസ്റ്റിലേക്ക് വന്നത്. മത്സരം വിചാരിച്ച തുടക്കം തന്നെയാണ് അർട്ടേറ്റയ്ക്ക് സമ്മാനിച്ചത്. മത്സരത്തിൻ്റെ 6ാം മിനിറ്റിൽ കൈ ഹാവർട്സിൻ്റെ ബൂട്ടിൽ നിന്ന് ആ ഗോൾ പിറന്നപ്പോൾ പുഷ്കാസ് അരീന വിറച്ചുപോയി. ഗണ്ണേഴ്സിൻ്റെ ആ ആയുധം പയറ്റി തെളിഞ്ഞതായിരുന്നു. ലീഡ് നേടുക, പിന്നെ ഉരുക്കുമതിൽ കെട്ടിന് പിന്നിൽ ഒളിച്ചിരിക്കുക. PSG പന്തിനായി കിതച്ചോടുമ്പോൾ ആഴ്സണൽ ക്ഷമയോടെ തക്കം പാർത്തിരുന്നു. ആദ്യ പകുതി ഒന്നാകെ അവരതിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ 64ാം മിനിറ്റിൽ അവർക്ക് ആദ്യമായി ഒന്ന് പാളി. ക്രിസ്ത്യൻ മോസ്കരയുടെ ആ ചെറിയ അബദ്ധത്തിൽ കൊരസ്കേലിയ ബോക്സിൽ വീണു. ഗണ്ണേഴ്സ് ആരാധകർ ഒരുപാട് വാദിച്ചു നോക്കിയെങ്കിലും അത് ക്ലിയർ ഫോൾ എന്ന് വ്യക്തം. കിക്കെടുക്കാനെത്തിയ ഒസ്മാനെ ഡെംബലെ പെനൽറ്റി അനായാസം ലക്ഷ്യത്തിലേക്ക് തൊടുത്തു. സ്കോർ 1-1, ഗെയിം ഓൺ. വിമർശകർ എന്തു പറഞ്ഞാലും ഗണ്ണേഴ്സിൻ്റെ പ്ലാൻ കൃത്യം തന്നെയായിരുന്നു. യൂറോപ്പിലെ ഏറ്റവും മികച്ച മുന്നേറ്റ നിരയുള്ള PSG ഒരുപാട് നേരം പിടിച്ചു കെട്ടാൻ അവർക്കായി. എങ്കിലും ആ പ്രതിരോധം അമിതമായിരുന്നോ അതോ അതുമാത്രമായിരുന്നുവോ അവരുടെ ഏകമാർഗം എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ഒടുവിൽ നിശ്ചിത സമയവും അധിക സമയവും കടന്ന് പെനൽറ്റി സ്പോട്ടിലേക്ക് റഫറി പന്തുവെച്ചു. ഭാഗ്യപരീക്ഷണത്തിൻ്റെ സമയം. ഒരു മെഗാ സീസണിൻ്റെ അവസാന വിധി. ഡേവിഡ് റയയുടെ കൈകളിലായിരുന്നു ഷൂട്ടൗട്ടിൽ ഗണ്ണേഴ്സിൻ്റെ പ്രതീക്ഷകളൊക്കെയും. എബ്രച്ചിയസ കിക്ക് നഷ്ടപ്പെടുത്തിയിട്ടും ന്യൂനോ മെൻഡിസിനെ തടുത്തിയിട്ട് റയ അവർക്ക് പിന്നെയും പ്രതീക്ഷ ബാക്കിയാക്കി. പക്ഷേ PSG താരങ്ങൾ ഇടറാതെ ലക്ഷ്യം പൂർത്തിയാക്കിയപ്പോൾ ഗബ്രിയേലിന് തെറ്റി. ഒരു പോരാളിയെപ്പോലെ മത്സരത്തിലുടനീളം കൊട്ടകത്ത ഗബ്രിയേലിനെ പെനൽറ്റി നഷ്ടമാക്കിയവൻ എന്ന ടാഗിൽ അറിയപ്പെടാനായിരുന്നു വിധി. തോൽവിയിലും മിഖേൽ ആർട്ടേറ്റയ്ക്കും ആരാധകർക്കും സമാധാനിക്കാം. പ്രീമിയർ ലീഗ് ബാരിയർ അവസാനിപ്പിച്ചതിനാൽ ഇനി യൂറോപ്പിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. 2024 ക്വാർട്ടറിലായിരുന്നു തോൽവിയെങ്കിൽ 2025 സെമിയിലെത്തി. ഇക്കുറി ഫൈനലിലേക്കും. മത്സരത്തിന് ശേഷം ആർഗ്യുമെൻറ്റുകൾ വേറെയുമുണ്ട്. നാനി മധ്വക്കയെ മെൻഡിസ് ബോക്സിൽ വീഴ്ത്തിയതിന് പെനൽറ്റി ഡിസേർവിംഗ് ആണെന്ന് ഗണ്ണേഴ്സ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ മത്സരത്തിലുടനീളം ഗണ്ണേഴ്സ് അനാവശ്യമായി സമയം കൊല്ലാനാണ് ശ്രമിച്ചതെന്ന പരാതി PSG-ക്കുമുണ്ട്. പെനൽറ്റി കിക്ക് കൊടുക്കാൻ പ്രാപ്തരായ പലരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന നിരാശയും ഗണ്ണേഴ്സ് ആരാധകർക്കുണ്ട്. PSG-യുടെ ഈ വിജയത്തിൽ ലൂയിസ് കമ്പോസ് എന്ന സ്പോർട്ടിംഗ് ഡയറക്ടറുടെ പേരും മറക്കാൻ പാടില്ല. കാരണം PSG-യുടെ DNA തന്നെ അദ്ദേഹം മാറ്റിമറിച്ചു. നക്ഷത്രതാരങ്ങളുടെ ആഡംബരത്തിൽ നിന്ന് അച്ചടക്കമുള്ള ഒരു പുതിയ കൾച്ചറിലേക്ക് ആ ക്ലബിനെ പടുത്തുയർത്തിയതിൽ ഇദ്ദേഹത്തിനും വലിയ പങ്കുണ്ട്. നെയ്മറും മെസ്സിയും എംബാപ്പയും മുതൽ ഡോണരൂമ വരെ പടിയിറങ്ങിയിട്ടും അവർ യൂറോപ്പിൻ്റെ അമരത്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെ. ലൂയിസ് എൻറിക്കെ കേവലം ഒരു തന്ത്രജ്ഞൻ മാത്രമല്ല. പലരും കരുതിയിരുന്നു പണം കൊണ്ട് മാത്രം ജയിക്കാവുന്നതാണ് PSG-യുടെ ഭാവിയെന്ന്. എന്നാൽ എൻറിക്കെ അത് തെറ്റാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹം അവിടെ കൊണ്ടുവന്നത് പുതിയൊരു സംസ്കാരമാണ്. ഒരു താരത്തിനു മുൻപിലും തലകുരിക്കാത്ത ഒരു ടീം സ്പിരിറ്റ്. പാരീസിൻ്റെ വിജയത്തിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ വിയർപ്പ് കണങ്ങളുടെയും രാത്രികളിലെ കഠിനാധ്വാനത്തിൻ്റെയും
വലിയൊരു കഥയുണ്ട്. അദ്ദേഹം ഒരു ടീമിനെ മാത്രമല്ല, 10,000-കണക്കിന് ആരാധകരുടെ വിശ്വാസത്തെ കൂടിയാണ് പുനർനിർമ്മിച്ചത്.